Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. നമ്മുടെ സാധാരണ എല്ലാ ആഴ്ചയിലും നടന്നു പോരാറുള്ള നമ്മുടെ ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മോട് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് അഷ്കർ നിലമ്പൂറാണ്. സഹാബികളുടെ ജീവിതം ചരിത്രത്തിൽ നിന്ന് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഹാർദവമായി ക്ഷണിച്ചുകൊണ്ടു. السلام عليكم ورحمة الله. വലൈക്കും الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم إحسان إلى يوم الدين. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ നിസ്തുലമായ സേവനങ്ങൾ അർപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, അവരുടെ ജീവിതം നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത് സഹാബത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ചിന്തകളും അത് രണ്ടു നിലക്ക് ഉപയോഗപ്പെടുത്താനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന്, നമ്മൾ അവരുടെയൊക്കെ ജീവിതത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളത് എന്നും എത്രമാത്രം നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അവര് സഞ്ചരിച്ച് അവര് താണ്ടിയ ആ ദൂരം, അതിലേക്ക് നമ്മൾ എത്ര കണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊരു മാറ്റുരച്ച് നോക്കലിന് ചരിത്രത്തെക്കുറിച്ചുള്ള വായനയും പഠനവും അത് നമ്മൾക്ക് സഹായകമായി മാറണം. അതുപോലെ തന്നെ ആ ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം സഹാബികൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരായ ഈ മഹാമനുഷ്യർ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണമെന്നുള്ളതാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ റസൂലുള്ളാഹ് പ്രബോധനം തുടങ്ങിയ അല്പ ദിവസങ്ങൾക്ക് ഉള്ളിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ ഉണ്ടായ ഒരു കാരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ ഒരു രംഗം ചരിത്രത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെ ആടുകളെ മേച്ച് നടന്നിരുന്ന ഒരു ആട്ടിടയനായിരുന്നു. ഉഖബയുടെ ആടുകളെ മേച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. ഒരിക്കൽ ഇങ്ങനെ മക്കയുടെ ഒരു പ്രദേശത്ത് കൂടി നടന്നു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരും ഇങ്ങനെ ആ വഴിയിലൂടെ നടന്നു പോവുകയാണ്. അവര് അബൂബക്കർ റളിയല്ലാഹു അൻഹു സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്റ്റക്ക് ആയിട്ടുണ്ടല്ലോ.
അഷ്കറക് ആള് ലെഫ്റ്റ് ആയിട്ട് ആള് റീജോയിൻ ചെയ്തിരിക്കും. അറിയാം. അസ്സലാമു അലൈക്കും. ഞാൻ മറ്റൊരു ഡിവൈസിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് സൂചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, കുട്ടി, നിന്റെ അടുക്കൽ ഞങ്ങൾക്ക് തരാൻ പാലുണ്ടോ എന്ന്. ആടുകളെ മേച്ച് നടന്നു പോകാണ്. അപ്പൊ നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന രണ്ട് യാത്രക്കാരാണ്. ആ യാത്രക്കാരെന്നുള്ള നിലക്ക് അവര് ക്ഷീണിച്ച അവശരായ സമയത്ത് ഇടയനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അവര് പാല്, ഈ ആടിൽ നിന്ന് കറന്നെടുത്ത പാലുണ്ടോ എന്ന് ചോദിക്കാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് എന്റെ ആടുകളല്ല, അതുകൊണ്ട് തന്നെ ഈ ആടിൽ നിന്ന് പാല് കറന്നിട്ട് നിങ്ങൾക്ക് തരാൻ എനിക്ക് യാതൊരു നിർവാഹവുമില്ല, നിവർത്തിയുമില്ല. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നിങ്ങളുടെ ആടുകൾക്കിടയിൽ ഇതുവരെ കൂറ്റൻ ചവിട്ടുകയോ ഇണചേരുകയോ അല്ല പ്രസവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആടുകൾ ഉണ്ടോ എന്നായിരുന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അതുപോലുള്ള ഒരു ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ ആടിന്റെ അകിട് തടവുകയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അവിടെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ഉടനെ ആ ആടിന്റെ അകിട് വീർത്തു വരികയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഒരു കല്ല്, അകം കൊഴിഞ്ഞ പാത്രം പോലെയുള്ള ഒരു കല്ല്, അത് തുടച്ചു വൃത്തിയാക്കി അതിലേക്ക് പാല് കറന്നെടുക്കുകയും അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് കുടിക്കുകയും അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അത് അവർ നൽകുകയും ചെയ്തു. ഈ ഒരു അത്ഭുതകരമായ സംഭവം, അതിനുശേഷം റസൂലുള്ളാഹി ആ ആടിന്റെ അകിട് തടവിയപ്പോ അകിട് പഴയതുപോലെ ആവുകയും ചെയ്തു എന്നുള്ളത്. ഈ ഒരു അമാനുഷികമായ സംഭവം കണ്ടപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവിൽ നിന്ന് എനിക്കും പഠിപ്പിച്ചു തരണം എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, തീർച്ചയായും താങ്കൾ അറിവ് നേടുന്നവരിൽപ്പെട്ടവൻ തന്നെയാണ് എന്നുള്ളത്. അതിനുശേഷം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും പ്രവാചകൻ അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുകയും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിലെ വളരെ പാവപ്പെട്ടവനായ, സാധാരണക്കാരിൽ അതിസാധാരണക്കാരനായ, കുടുംബപരമായി പ്രത്യേകിച്ച് എന്തെങ്കിലും പിന്തുണയോ പിൻബലമോ ഇല്ലാത്ത, വളരെ ശരീരം കൊണ്ട് നോക്കുകയാണെങ്കിൽ മെലിഞ്ഞ പ്രകൃതമുള്ള, ഉയരമില്ലാത്ത, അങ്ങനെയുള്ള ഒരു സ്ഥൂല പ്രകൃതക്കാരനായിരുന്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കയിലെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ, അതിലൂടെ മക്കയിലെ മറ്റു പ്രമാണിമാരാരെങ്കിലും വരികയാണെങ്കിൽ വഴിയുടെ ഒരു ഓരത്തേക്ക് മാറി കൂനിപ്പിടിച്ച് നടക്കാറുള്ള വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത്രമാത്രം നേതാക്കന്മാരോട്, ഉയർന്ന വ്യക്തികളോട് ഭവ്യതയും ഭക്തിയുമുള്ള
അവര് പോകുന്ന വഴിയിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ ഒരു ഓരം ചേർന്ന് കുനിഞ്ഞു നടക്കാറുള്ള അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹത്തിന് മഹത്വം നൽകിയത്, അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളായിരുന്നു. സഹാബികൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ പരസ്യമായി വിശുദ്ധ ഖുർആൻ ഖുറൈശി പ്രമുഖർക്കിടയിൽ കേൾപ്പിച്ച സഹാബിയാണ് എന്നാണ്. ആ ചരിത്ര സംഭവം ഇങ്ങനെയാണ്. സഹാബികൾ ചോദിച്ചു, ആരാണ് ഖുറൈശികളെ വിശുദ്ധ ഖുർആൻ വീഡിയോ ഒന്ന് ഓൺ ചെയ്തോ? ഞാന് മറ്റേ വേറൊരു ഡിവൈസിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാന് അതിന്ന് അതാക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവര് ചോദിച്ചു, ആരാണ് വിശുദ്ധ ഖുർആൻ മക്കയിലെ ഖുറൈശി പ്രമുഖർക്ക് വിശുദ്ധ ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കാൻ ആരാണ് തയ്യാറുള്ളത്? അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തയ്യാറാണ്, ഞാൻ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാം എന്ന്. പക്ഷെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അബ്ദുള്ള നിങ്ങൾ വേണ്ട, കാരണം നമ്മൾക്ക് വേണ്ടത് കുറച്ചൊക്കെ ഒരു കുടുംബപരമായ സ്വാധീനവും പിൻബലവുമുള്ള ഒരാളെയാണ്. അബ്ദുള്ള അല്ല എങ്കിൽ അവര് നിങ്ങളെ ഉപദ്രവിക്കും എന്ന്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അള്ളാഹുവിന്റെ പിന്തുണയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കണം എന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എതിർത്ത് പറയാൻ മറ്റു വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നേരെ ചെന്നു, കഅബാലയത്തിന്റെ അടുക്കൽ ചെന്നു. നേരെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്ന് പറയുന്ന ആ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്തു. ഖുറൈശികൾ അത് കേട്ടിരിക്കണം. അവർക്ക് വല്ലാത്തൊരു അത്ഭുതം, ആരാണിത്? ആരാണ് ഈ വാക്കുകൾ ഞങ്ങളെ കേൾപ്പിക്കുന്നത്? അവരത് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ കണ്ടത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അവർക്ക് അവരുടെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം തങ്ങളെ കാണുമ്പോൾ ഭയന്ന് വിറച്ചൊരു അരികു ചേർന്ന് നടന്നു പോകുന്ന അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അദ്ദേഹമാണ് കഅബാലയത്തിന്റെ അടുക്കൽ വന്നിട്ട് ഈ വാക്കുകൾ പാരായണം ചെയ്യുന്നത്. അവരുടെ ഒരു തലക്ക് ഏറ്റ അടി പോലെ, പ്രഹരം പോലെ അവർക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു യഥാർത്ഥത്തിൽ ആ സംഭവം. അവർ ഓടി വന്നു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ശക്തമായി അവർ പ്രഹരിച്ചു. ആ പ്രഹരങ്ങളേറ്റ് അദ്ദേഹം ബോധരഹിതനായി താഴെ വീണു. അദ്ദേഹം സഹാബികളുടെ അടുക്കലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ഇടയിലേക്ക്, അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കിടയിലേക്ക് മടങ്ങി. അവര് പറഞ്ഞു, അബ്ദുള്ള, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾ അത് പോകേണ്ടതില്ല എന്ന്, മറ്റൊരാൾ പോയാൽ മതി എന്ന്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ നിങ്ങൾ ഒരിക്കൽ കൂടി അനുവദിക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ അവർക്ക് മുമ്പിൽ ചെന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമെന്ന്. പക്ഷെ അവര് അതിന് സമ്മതിച്ചില്ല. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പരിചാരകനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പരിചാരകം പ്രകടിപ്പിക്കും റസൂലുള്ളാഹ് അതിന് അനുവാദം നൽകുകയും ചെയ്തു. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിന്റെ അകത്തും പുറത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അനുഗമിച്ചു. റസൂലുള്ളാഹ് ഉറങ്ങിയാൽ ഉണരേണ്ട സമയമാകുമ്പോൾ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചുണർത്തും. പുറത്തേക്ക് റസൂൽ പുറത്തു പോകുമ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും അദ്ദേഹം എടുത്തു കൊടുക്കും. റസൂലുള്ളാഹിക്ക് പല്ല് തേക്കുന്ന മിസ്വാക്കും അതുപോലുള്ള വസ്തുക്കളൊക്കെ റസൂലുള്ളാഹ് പോകുന്ന സ്ഥലത്തേക്കൊക്കെ അദ്ദേഹം കൊണ്ടു നടക്കും. റസൂലുള്ളാഹ് എപ്പോ വേണമെങ്കിലും നബിയെ ചെന്ന് കാണാനും സംസാരിക്കാനും അനുവാദമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാഹനപ്പുറത്ത് പോകുകയാണെങ്കിൽ വാഹനപ്പുറത്ത് കയറാനും ഇറങ്ങാനൊക്കെ സഹായിക്കാൻ എപ്പോഴും അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടാകും. പ്രവാചകൻ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായാല് അവിടെ തുടച്ചു വൃത്തിയാക്കി കൊടുക്കും. അങ്ങനെ റസൂലിനെ ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച ഒരു സേവകനായി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തീർന്നു. അതിന്റെ പരിണിത ഫലം എന്താണ് ഉണ്ടായതെന്ന് അറിയോ?
വിശുദ്ധ ഖുർആനിൽ അഗാധമായ ജ്ഞാനവും പാണ്ഡിത്യവും അദ്ദേഹം നേടി എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച് ദീർഘമായി പ്രവാചകന്റെ കൂടെ ജീവിക്കുക വഴി വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിലും അഗാധമായ ജ്ഞാനമുള്ള പാണ്ഡിത്യമുള്ള ഒരു മഹാമനുഷ്യനായി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തീർന്നു എന്നുള്ളതാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ 70 സൂറത്തുകൾ, ഈ 70 സൂറത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് നേർക്ക് നേരെ കേട്ടു പഠിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, അദ്ദേഹം വിശുദ്ധ ഖുർആൻ അതിന്റെ തനതായ രൂപത്തിൽ പാരായണം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയാറുള്ള ഒരു വാക്കെന്തെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ അവതരിച്ച അതിന്റെ തനി രൂപത്തിൽ ഖുർആൻ കേൾക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവര് ഇബ്നു ഉമ്മി അബ്ദിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കട്ടെ എന്നായിരുന്നു. അതായത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ ആ വാക്കുകൾ പറഞ്ഞത് എന്നർത്ഥം. അത്രമാത്രം ഒരിക്കല് റസൂലും അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹുമ, ഈ 3 സഹാബികളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരിക്കലും ഇങ്ങനെ മദീനയിലെ ഒരു സ്ഥലത്തിരുന്നിട്ട് അവര് 3 പേരും ഇരുന്ന് ഇസ്ലാമിനെ കുറിച്ചും ഉമ്മത്തിനെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്ത് അവസാനം അവരിങ്ങനെ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് മദീന പള്ളിയിൽ നിന്ന് രാവേറെ ആയിട്ടുണ്ട്, പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട്. മസ്ജിദുൻ നബവിയുടെ അടുക്കൽ കൂടി അവരിങ്ങനെ നടന്നു പോകുമ്പോ ഒരു വിശുദ്ധ ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിൽക്കാൻ പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന 2 പേര് നിന്നു. റസൂലുള്ളാഹി ശ്രദ്ധിച്ചു കേട്ടു, ആരാണ് വിശുദ്ധ ഖുർആൻ ആ പാരായണം ചെയ്യുന്നത്. അല്പസമയം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വിശുദ്ധ ഖുർആൻ അത് ഇറങ്ങി അതിന്റെ തനതായ രൂപത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് ഇബ്നു ഉമ്മി അബ്ദിൽ നിന്ന് പഠിക്കട്ടെ എന്നായിരുന്നു. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ കേൾക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ്. ഒരിക്കൽ റസൂലുള്ള ഒരു യാത്രയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞു, ഓ അബ്ദുള്ള, നിങ്ങൾ എനിക്ക് ഓതിത്തരൂ. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലെ, ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഓതിത്തരേ? ഖുർആൻ നിങ്ങൾക്കല്ലേ അവതരിച്ചത്, അത് ഞാൻ എന്തിനാ നിങ്ങൾക്ക് ഓതിത്തരണം? അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവരിൽ അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 43-ാമത്തെ വചനം എത്തുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരയാണ്. റസൂലുള്ള കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അബ്ദുള്ള, മതി മതി എന്ന്, നിങ്ങൾ അത്ര ഓതിയാൽ മതിയാകുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സലിയിച്ച വിശുദ്ധ ഖുർആനിന്റെ പാരായണമായിരുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അന്നേ ദിവസം നിങ്ങളെ ഈ സമുദായത്തിന്റെ സാക്ഷിയായി അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളെ കൊണ്ടുവരും എന്ന്. അങ്ങനെ വരുന്ന ഒരു സന്ദർഭം എങ്ങനെയായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ വല്ലാതെ തട്ടിക്കളഞ്ഞത്. നിങ്ങൾക്ക് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരു പാരായണത്തിന്റെ അദ്ദേഹത്തിന് അതിലുള്ളൊരു ആഴവും അവഗാഹവുമാണ് ആ ഒരു ചരിത്ര സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരിക്കലെ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ്. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു സംഘവുമുണ്ട്. അപ്പൊ മറ്റൊരു സംഘം അതിന് സമാന്തരമായി ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന ആ ചോദ്യത്തിന് ആ സംഘത്തിൽ നിന്നുള്ള മറുപടി ഇലാ ബൈത്തിൻ അതീഖ് എന്നായിരുന്നു.
പൗരാണികമായ ഒരു ഭവനത്തിലേക്ക് എന്ന്. അവർ വീണ്ടും ചോദിക്കാൻ പറഞ്ഞു, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? അവര് പറഞ്ഞത് മിൻ ഫജ്ജിൻ അമീഖ്, അഗാധമായ ഒരു താഴ്വരയിൽ നിന്നാണ്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നാണ് മറുപടി ലഭിച്ചത് എന്ന്. വീണ്ടും അദ്ദേഹം ചോദിക്കാൻ ആവശ്യപ്പെട്ടു, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനം ഏതാണ് എന്ന്. അതിന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിലെ 255 ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ഓതിക്കൽപ്പിച്ചു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ആ സംഘത്തിൽ വിശുദ്ധ ഖുർആൻ അഗാധമായി അറിയുന്ന ഏതോ ഒരു വ്യക്തി ഉണ്ട് എന്ന്. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടു, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ആജ്ഞാ പ്രാധാന്യമുള്ള, കൽപ്പനാ പ്രാധാന്യമുള്ള ആയത്ത് ഏതാണ്? വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായത്തിലെ 90-ാമത്തെ വചനം, ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. തീർച്ചയായും നീതിയും പരോപകാരവും കുടുംബക്കാർക്ക് ദാനധർമ്മങ്ങളും ചെയ്യാനും അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആയത്ത് അവർക്ക് ഓതിക്കൽപ്പിച്ചു കൊടുത്തു. വീണ്ടും ചോദിക്കാൻ ആവശ്യപ്പെട്ടു, വിശുദ്ധ ഖുർആനിലെ സമഗ്ര സിദ്ധാന്തം അടങ്ങിയ ആയത്ത് ഏതാണ്? എന്ന് വെച്ചാല് മൊത്തത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആശയ സംജ്ഞയെ ദ്യോതിപ്പിക്കുന്ന വചനം ഏതാണ്? അതിലുള്ള മറുപടി അവർക്ക് ആ സംഘത്തിൽ നിന്ന് ലഭിച്ചത് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആര് അണു അളവ് നന്മ ചെയ്തുവോ അതവൻ കാണും, ആര് അണു അളവ് ഒരൽപ്പം തിന്മ ചെയ്തുവോ അതും അവൻ തീർച്ചയായും കാണുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകള് ഓതിക്കൽപ്പിച്ചു കൊടുത്തു. വീണ്ടും ചോദിച്ചു, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന, ഭീതി ജനിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം ഏതാണ്? ആ ചോദ്യത്തിനുള്ള മറുപടി വന്നത് 4-ാം അധ്യായത്തിലെ 123-ാമത്തെ വചനമായിരുന്നു. കാര്യങ്ങൾ നിങ്ങളും വേദക്കാരും ഇഷ്ടപ്പെടുന്നത് പോലെയല്ല എന്നും ആര് നന്മ പ്രവർത്തിച്ചുവോ അതിനുള്ള പ്രതിഫലം അവൻ ഉണ്ടാകുമെന്നുള്ള ആ ആയത്തുകൾ അത് ഓതിക്കൽപ്പിച്ചു കൊടുത്തു. ഉടനെ ആ സംഘത്തോട് ചോദിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടതായി ചരിത്രത്തിൽ കാണുന്ന സംഭവം, നിങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഉണ്ടോ എന്നായിരുന്നു. ആ സംഘത്തിൽ നിന്ന് ലഭിച്ച മറുപടി അതെ, ഉണ്ട് എന്നായിരുന്നു. നിങ്ങൾക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു മഹാജ്ഞാനിക്കല്ലാതെ വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന ഒരു ബോധ്യം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ അറഫയിൽ നിൽക്കാണ്. അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഖലീഫയോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ കൂഫയിൽ നിന്നാണ് വരുന്നത്. കൂഫയിൽ ഒരു മനുഷ്യനുണ്ട്, അയാളുടെ മനസ്സിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരാൾ കൂഫയിൽ വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ദേഷ്യം വന്നു. ആരാണ് കൂഫയിൽ അങ്ങനെ മനസ്സിൽ നിന്ന് വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു വ്യക്തി? എന്താ അയാളുടെ പേര് എന്ന് കൂഫക്കാരനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ആ മനുഷ്യന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആണ് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോപം ശമിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ അദ്ദേഹത്തെക്കാൾ ആധികാരിക ജ്ഞാനമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് എന്ന് എനിക്കറിയില്ല എന്ന്. നിങ്ങൾക്ക് അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിലായി 6000-ത്തിലധികം ആയത്തുകളുണ്ട്. ആ ആയത്തിൽ ഒരൊറ്റ ആയത്ത് പോലും എവിടെയാണ് അവതരിച്ചത്, എപ്പോഴാണ് അവതരിച്ചത്, അത് അള്ളാഹുവിന്റെ റസൂലിന് ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് അവതരിപ്പിക്കപ്പെട്ടു? യാത്രയിലാണോ, വീട്ടിലായിരുന്നോ, യുദ്ധത്തിലായിരുന്നോ, റസൂലുള്ള ഹജ്ജിലായിരുന്നോ, പ്രവാചകൻ മറ്റേതെങ്കിലും സന്ദർഭത്തിലായിരുന്നോ, സഹാബത്തിന്റെ കൂടെയായിരുന്നോ, ഒറ്റക്കായിരുന്നോ?
രാത്രിയായിരുന്നോ പകലായിരുന്നോ ഏത് കാലഘട്ടത്തിലായിരുന്നു, ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടു എന്ന് എനിക്കറിയാത്ത ഒരൊറ്റ ആയത്ത് പോലും വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്രയും ഒരു വലിയ പാണ്ഡിത്യം നേടിയ ഒരു വ്യക്തിയായി അദ്ദേഹം മാറി എന്നുള്ളത്. അത്രമാത്രം പാണ്ഡിത്യം ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കാൻ അദ്ദേഹം വല്ലാതെ ഭയപ്പെടാറുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന സമയത്ത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴേക്ക് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിറച്ചു തുടങ്ങും. കാരണം ഒരക്ഷരം മാറിപ്പോയാൽ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്തെങ്കിലും ഒന്നൊരൽപ്പം മാറിപ്പോയാൽ അത് സൂക്ഷ്മത കുറവായി പോകുമോ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള കളവായി പോകുമോ എന്നുള്ള ഒരു വല്ലാത്ത ഭയം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് അത്രമാത്രം ആ വിഷയങ്ങളിലെല്ലാം ശ്രദ്ധയും ജാഗ്രതയും സൂക്ഷിച്ച മഹാനായ സഹാബിയായിരുന്നു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹാബികൾ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം മുഴുവൻ, ജീവിച്ച കാലഘട്ടം മുഴുവൻ ജനങ്ങൾക്ക് അദ്ദേഹം വെളിച്ചം, പ്രകാശം പരത്തിക്കൊണ്ടിരുന്ന ഒരു മഹാപണ്ഡിതനായി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തെ പറ്റി സഹാബികൾ പറയുന്നത് എന്താണെന്നറിയോ? അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ ഇരിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ഉണ്ടാവും. ഇത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ആണ് എന്നുള്ളത് അറിയുന്ന ആളുകൾക്ക് അറിയാം. അത് അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശരീരവും രൂപവും അദ്ദേഹത്തിന്റെ വസ്ത്രധാരണവും കണ്ടാല് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു മഹാപ്രതിഭാസമാണ് ആ ഇരിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് അറിയില്ല എന്ന്. മറ്റു സഹാബികൾക്ക്, അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം അദ്ദേഹം ഇത്രമാത്രം മഹത്വമുള്ള, പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് എന്ന്. അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ശരീരം വളരെ മെലിഞ്ഞ, അസാധാരണമാംവിധം മെലിഞ്ഞ ശരീരമായിരുന്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെത്. ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേക്കാൻ അറാഖിന്റെ കൊള്ളി വേണമെന്ന് പറഞ്ഞപ്പോ അറാഖിന്റെ മരത്തിലേക്ക് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറി. അദ്ദേഹത്തിന്റെ വസ്ത്രം ഒന്നിങ്ങനെ പതുക്കൊന്ന് മടക്കി പിടിച്ചിട്ട് മരത്തിൽ കയറിയപ്പോ സഹാബികള് അത് കണ്ടിട്ട് ചിരിച്ചു. കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ കാലുകള് അറാഖിന്റെ കൊള്ളിയുമായിട്ട് വെച്ച് നോക്കുമ്പോ ഏകദേശം രൂപസാദൃശ്യമുണ്ട്. അത്രയും മെലിഞ്ഞ കാലുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, ഇബ്നു മസ്ഊദിന്റെ കാലുകള് കണ്ടിട്ടാണോ നിങ്ങൾ ചിരിക്കുന്നത്? ആ കാലുകൾക്ക് അള്ളാഹുവിന്റെ തുലാസിൽ ഉഹുദ് മലയേക്കാൾ കനമുണ്ട് കേട്ടോ എന്ന്. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ആ കാലുകൾ, ഉഹുദ് മല എന്ന് പറഞ്ഞാല് നമുക്കറിയാം, മദീനയിൽ പോയിട്ടുള്ള, മദീന മുനവ്വറയിൽ ചെന്നിട്ടുള്ള ആളുകൾക്കറിയാം, 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു മലനിരയാണ് ഉഹദ് മല. അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ ആ കാലുകൾക്ക് അള്ളാഹുവിന്റെ തുലാസിൽ ഉഹുദ് മലയേക്കാൾ കനമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതാണ് ആ ഒരു മഹാനായ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം വളരെ കാലം ജീവിക്കുകയും നബിയുടെ പിൻഗാമികളോടൊപ്പം ഇസ്ലാമിലെ ഒരുപാട് ജൈത്രയാത്രകൾ പേർഷ്യയിലേക്കും റോമിലേക്കും, പേർഷ്യൻ സാമ്രാജ്യ ശക്തികളൊക്കെ കീഴടക്കിയ ആ യുദ്ധങ്ങളുടെയൊക്കെ ഭാഗമായി മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെ കാലഘട്ടത്തിലും അദ്ദേഹം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വഫാത്താകുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. സഹാബികള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില്
സഹാബികൾക്ക്, പ്രത്യേകിച്ച് മുഹാജിറുകളായ ആളുകൾക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന മുഹാജിറുകൾ, അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ, ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ സഹായ ധനങ്ങൾ നൽകാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സഹായ ധനങ്ങളൊന്നും തന്നെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ ദരിദ്രനായി ജീവിക്കുകയും ദരിദ്രനായി മരണപ്പെടുകയും ചെയ്തു എന്നുള്ളത്. പക്ഷെ വളരെ സമ്പന്നമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കുവാനുള്ള പാഠങ്ങൾ എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതല്ല, നമ്മുടെ രൂപം എങ്ങനെ, നമ്മുടെ ഭാവങ്ങൾ എങ്ങനെ, നമ്മൾക്ക് അള്ളാഹു നൽകിയ ആകാരം എങ്ങനെ, അതിനൊന്നും യാതൊരു പ്രാധാന്യവും നമ്മുടെ ജീവിതത്തിലില്ല. മറിച്ച് നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് എന്ന് പറയുന്ന ആ ഒരു ആട്ടിടയൻ ഇസ്ലാം ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ, ചരിത്രത്തിന്റെ വിസ്മൃതിയുടെ അഗാധതയിൽ മറഞ്ഞു പോകുമായിരുന്ന ഒരു സാധാരണ ആട്ടിടയനെ ഇന്നിതാ നമ്മൾ ഇന്നും ഈ സദസ്സിൽ സ്മരിക്കുന്ന ഒരു മഹാപണ്ഡിതനാക്കി, ജ്ഞാനിയാക്കി, ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു മഹാസംഭവമായി അദ്ദേഹം വളർന്നിട്ടുണ്ട് എങ്കിൽ അതിനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുടിക്കൊണ്ട ആ വിശ്വാസമാണ്. നമ്മുടെ ഉള്ളിലും തെളിയേണ്ടത്, നിറയേണ്ടത് ആ വിശ്വാസമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളും വിശുദ്ധ ഖുർആനുമായിട്ടുള്ള അടുപ്പവും വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഹൃദയബന്ധവുമാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ മഹത്വം പ്രദാനം ചെയ്തിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നമ്മുടെയും ജീവിതത്തിന്റെ വഴിയും വെളിച്ചവും വഴികാട്ടിയുമായി എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകണം. ഖുർആനിനെ മുറുകെ പിടിക്കുന്ന ആളുകളായി നമ്മൾ നിലനിൽക്കണമെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച മഹാനായ ഒരു സഹാബി, നിങ്ങൾക്ക് ഒരു സേവകനായി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖാദിമായി ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുമ്പോൾ, സാധാരണഗതിയിൽ ഒരാൾക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുമ്പോൾ അയാൾ എല്ലാ കാലവും ഖാദിമായി, അയാളുടെ മക്കളും ആ തറവാട്ടിലെ ഖാദിമീങ്ങളായി അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു പതിവാണ് ഉണ്ടാകാറുള്ളത്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഖാദിമീങ്ങളായി നിലകൊണ്ട ഏതൊക്കെ സഹാബികളുണ്ടോ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അവരൊക്കെ വലിയ പണ്ഡിതന്മാരായി, ജ്ഞാനികളായി അവർ മാറിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒപ്പമുള്ള സഹവാസം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ നിസ്തുലമായ സ്ഥാനം അവർക്ക് നൽകിയിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള സഹാബിമാർ അവരുടെ ജീവിതത്തിൽ നിന്ന് സ്വീകരിക്കാനുള്ള മാതൃകകൾ സ്വീകരിച്ച് അവർ പോയ വഴിയെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊപ്പം നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين امين برحمتك يا ارحم الراحمين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله وبركاته.